കടലിൽ നീന്തുമ്പോൾ ഒരു ഭീമൻ തിമിംഗലം വന്ന് നമ്മളെ അപ്പാട് വിഴുങ്ങിയാൽ എന്ത് സംഭവിക്കും? പിനോക്കിയോ കഥകളിലൊക്കെ കേട്ടതുപോലെ അതിന്റെ വയറ്റിൽ സുഖമായിരിക്കാൻ പറ്റുമോ? അതോ അതൊരു ഭയാനകമായ അന്ത്യമായിരിക്കുമോ? ഇതിന് പിന്നിലെ യഥാർത്ഥ സംഭവം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഗുഡ് ന്യൂസ് പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലത്തിന് മുന്നിലാണ് നിങ്ങൾ ചെന്നപ്പെട്ടതെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും. കാരണം ആനയുടെ അത്രയും ഭാരമുള്ള നാവൊക്കെ അതിനുണ്ടെങ്കിലും അതിന്റെ തൊണ്ടയ്ക്ക് ഒരു ഗ്രേപ്പിന്റെ വലിപ്പമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് നിങ്ങളെ വിഴുങ്ങാൻ കഴിയില്ല. പക്ഷേ സ്പേം വെയിൽ അഥവാ എണ്ണത്തിമിംഗലങ്ങളുടെ കാര്യം അങ്ങനെയല്ല. പണ്ട് 1891 ജെയിംസ് ബാർട്ട്ലി എന്നൊരാളെ തിമിംഗലം വിഴുങ്ങിയെന്നും അദ്ദേഹം ജീവനോട് തിരിച്ചു വന്നെന്നുമൊക്കെ ചരിത്രത്തിൽ ചില കഥകളുണ്ട്. ആസിഡ് കാരണം തൊലി വെളുത്തുപോയെന്നും കണ്ണു പോയെന്നുമൊക്കെയാണ് കഥ. എന്നാൽ സയൻസ് പറയുന്നത് ഇതൊക്കെ വെറും തള്ളാണെന്നാണ്. കാരണം സിമ്പിളാണ്. നിങ്ങൾ ഒരു സ്പേം വെയിലിന്റെ വായ്ക്കുള്ളിൽ പെട്ടു എന്ന് കരുതുക. ആദ്യം നിങ്ങൾ കാണുന്നത് ഏകദേശം 20 സെന്റിമീറ്റർ നീളമുള്ള കത്തി പോലെ മൂർച്ചയുള്ള 50ഓളം പല്ലുകളാണ്. അവിടെ വെച്ച് തന്നെ നിങ്ങൾ കൊത്തു പൊറോട്ട പോലെയാകും. ഇനി അഥവാ വലിയ പരിക്കില്ലാതെ തൊണ്ടയിലൂടെ താഴേക്ക് പോയാലോ? അവിടെ വെളിച്ചമില്ല എന്ന് മാത്രമല്ല, ശ്വസിക്കാൻ ഓക്സിജന് പകരം മീഥെയ്ൻ ഗ്യാസ് ആണ് ഉണ്ടാവുക. തിമിംഗലത്തിന്റെ തൊണ്ടയിലെ പേശികൾ നിങ്ങളെ ഞെരുക്കി ഉള്ളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കും. ഒടുവിൽ വയറ്റിലെത്തിയാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിങ്ങളെ വെൽക്കം ചെയ്യും. അത് നിങ്ങളുടെ ചർമ്മത്തെയും മാംസത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ ഉരുക്കിക്കളയും. ഇതുകൊണ്ടും തീർന്നില്ല. തിമിംഗലത്തിന് 4 അറകളുള്ള വയറാണുള്ളത്. ഓരോ അറകളിലൂടെയും കടന്നു പോകുമ്പോൾ ശരീരം പൂർണ്ണമായും ദഹിച്ചു തീരും. അവസാനം എല്ലുകൾ മാത്രമായിരിക്കും പുറത്തുവരിക. ചുരുക്കത്തിൽ തിമിംഗലം വിഴുങ്ങിയാൽ സിനിമയിൽ കാണുന്ന പോലെ ടോർച്ചൊക്കെ അടിച്ചിരിക്കാനൊന്നും പറ്റില്ല. ആള് അപ്പത്തന്നെ തീരും. പക്ഷെ പേടിക്കേണ്ട, നമ്മളെ സ്നാക്സ് ആക്കാൻ തിമിംഗലങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സത്യത്തിൽ മനുഷ്യരെ അബദ്ധത്തിൽ ഉള്ളിലാക്കിയാൽ തന്നെ തുപ്പിക്കളയുന്ന മാന്യന്മാരാണിവർ. എന്നാലും ആ പരീക്ഷണത്തിന് മുതിരാതിരിക്കുന്നതാണ് ബുദ്ധി. തിമിംഗലത്തെ ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ ഇതുപോലത്തെ വട്ടുപിടിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.